നമസ്കാരം. തലസ്ഥാനത്തോടുള്ള അവഗണനയും അട്ടിമറിയും പ്രതിഷേധത്തോടെ സേലിംഗം മിലിട്ടറി ആരംഭിക്കുന്നു. ഏത് കാര്യത്തിലാണ് തലസ്ഥാനത്തെ ചവിട്ടി താഴ്ത്താത്തതും അവഗണിക്കാത്തതും എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മിക്കവാറും 100% തലസ്ഥാനത്തെ തകർക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ അജണ്ട. അത് ഏറ്റവും ഒടുവിൽ മെസ്സി എന്നുള്ളത് ഒരു നിമിത്തമായിരിക്കുകയാണ്. എത്രയോ കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന അവഗണനയും പീഡനവുമാണ് തലസ്ഥാനവാസികൾ എന്നുള്ള നിലയ്ക്ക്. ഇവിടെ ഏകദേശം 7-8 കപ്പലുകൾ വഴിതിരിച്ചു വിട്ടു. അഗിതേത ബർത്തിൽ അതിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കയറ്റിയത് കാരണം തലസ്ഥാനത്ത് അടുക്കേണ്ട MSC തുർക്കിയെ ഉൾപ്പെടെ 7-8 കപ്പലുകൾ CHS കൊളംബോ, ട്രേഡർ, തുർക്കിയെ, MYD ഹാങ്ഷു തുടങ്ങിയ 8ഓളം കപ്പലുകൾ ഈ ദിവസങ്ങളിൽ മറ്റു പോർട്ടുകളിലോട്ട് വഴിതിരിച്ചു വിട്ടു. രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തൊരു ചിത്രം. നമ്മുടെ തൊട്ടടുത്ത് ഇതുപോലുള്ള അപകടങ്ങൾ പലതും നടന്നിട്ട് ഒരു രാജ്യവും ഒരു കപ്പലിനെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. ഇവിടെ ഈ പോർട്ടിനെ തകർക്കാനുള്ള അജണ്ട എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ കേസും തുടർ നടപടികളും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആഴ്ച അതിനെന്തെങ്കിലും ഒരു തീർപ്പുണ്ടാകും എന്നുള്ള തരത്തിൽ പ്രതിവാദങ്ങൾ കഴിഞ്ഞു എന്നാണ് സേലിംഗം മിലിട്ടറി മനസ്സിലാക്കുന്നത്. ഓർഡറിന് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മിക്കവാറും ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ അത് സംബന്ധിച്ച് ഒരു ഉത്തരവ് വരും. എന്ത് ഉത്തരവ് വന്നാലും തലസ്ഥാനത്തിന്റെ പോർട്ടിനെ തകർക്കുന്ന നടപടി ആരംഭിച്ചു, അല്ലെങ്കിൽ അത് ഒരളവോളം അത് വിജയിച്ചു എന്നുള്ളതാണ്. കാരണം സെപ്റ്റംബർ മാസത്തിൽ കപ്പലുകളുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാർ മാത്രമാണ്. അതിനിടയ്ക്ക് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ബ്ലൂ ഇക്കോണമി, പുതിയ നിക്ഷേപങ്ങൾ പറയുമ്പോൾ പിന്നെ പഴയ നിക്ഷേപങ്ങളൊക്കെ ആളുകൾ മറക്കുമല്ലോ എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ വിശ്വാസം. ഇവിടെ 7288 എവിടെയാണെന്നറിയില്ല, എന്തായാലും 7288 കോടിയുടെ നിക്ഷേപം വരുന്നു എന്ന് പറയുന്ന പുതിയൊരു കഥയുണ്ടാക്കിയിരിക്കുകയാണ്, നാടകം. ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, ഇവിടെ ക്ലീ കോൺക്ലേവ് നടത്തിയപ്പോൾ 5000 കോടി, പിന്നെ ചില്ലറ കോടികൾ എന്നൊക്കെ പറഞ്ഞ ചില വാഗ്ദാനങ്ങൾ നടത്തി. ആ 5000 കോടി എവിടെ പോയി? ഞങ്ങളുടെ ഓർമ്മ അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല. ഇങ്ങനെ ഔട്ടർ റിംഗ് റോഡ് ആയാലും NH കണക്ടിവിറ്റി ആയാലും പോർട്ട് കണക്ടിവിറ്റി ആയാലും റെയിൽ കണക്ടിവിറ്റി ആയാലും ഇവിടെ വരാവുന്ന ലോജിസ്റ്റിക് പാർക്കുകൾ കൊല്ലം, തിരുവനന്തപുരം, പുനലൂർ, ത്രികോണകവും എല്ലാം എടുത്തു കളഞ്ഞിട്ടാണ് ഇപ്പോ ബ്ലൂ ഇക്കോണമി 7288 ഒരു ഇലക്ഷൻ വരെ പിടിച്ചു നിൽക്കാൻ ഒരു ആയുധമായി. ബ്ലൂ ഇക്കോണമി ഞങ്ങൾ 7288 കോടി യൂറോപ്യൻ യൂണിയൻ അംബാസഡർമാരെല്ലാവരും കൂടി ഇവിടെ കൊണ്ടുതരും, നിങ്ങൾ കൈനീട്ടിയിരുന്നാൽ മതി. ഇങ്ങനെ പറ്റിക്കുന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകണം എന്നുള്ളതാണ് സേലിംഗം മിലിട്ടറിയുടെ അഭ്യർത്ഥന. കേരളീയരെ പൊതുവിലും തലസ്ഥാനവാസികളെ പ്രത്യേകിച്ചും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൊമ്പരം, വേദന പങ്കുവയ്ക്കുന്നത് അങ്ങ് ലണ്ടനിൽ നിന്നാണ്. അദ്ദേഹത്തിന് പേര് പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം ഒരു കണ്ടെയ്നറിന്റെ ഫോട്ടോ അയച്ചതോടൊപ്പം എങ്ങനെയൊക്കെയാണ് നമ്മുടെ അപൂർവമായ ഒരു ആസ്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കടൽ നമുക്ക് എന്തുമാത്രം അവസരങ്ങൾ നൽകേണ്ടതായിരുന്നു, ഈ അവസരങ്ങൾ മുഴുവൻ നിഷേധിക്കപ്പെട്ടതിന്റെ സാഹചര്യത്തിലാണ് ഈ സുഹൃത്ത് ലണ്ടനിലോട്ട് കുടിയേറിയത്. അവിടെ തട്ടിയും മുട്ടിയും പോകുന്നു എന്ന് പറയാം, അല്ലാതെ അറിയാമല്ലോ ഇവിടുന്ന് പോകുന്നവർ അവിടെ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ. എന്തായാലും അദ്ദേഹത്തിന്റെ വേദന ചെറിയ ചില വാക്കുകളിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സാറിൻ്റെ സേലിംഗം മിലിട്ടറി കാണുമ്പോഴാണ് ഓരോന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. സാറേ, നമ്മുടെ ഈ കടൽ കൊണ്ട് നമ്മളൊരു മായാലോകം തന്നെ നമുക്ക് തീർക്കാനുള്ള ഇത്രയും ഒരു സൗകര്യം ഉണ്ടായിട്ട്
ഓരോരുത്തർ നമ്മുടെ ഭരണാധികാരികൾ ആയിരുന്നാലും ശരി, പക്ഷേ ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. നമ്മുടെ കടൽ പ്രകൃതിപരമായിട്ട് നമുക്ക് ഇത്രയും ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു കടൽ കിട്ടിയപ്പോഴത്തേക്ക് ഇതിനെക്കൊണ്ട് എന്തെല്ലാം രീതിയിൽ വികസനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ തലവരെ തന്നെ മാറ്റാനുള്ള ഒരു കടലാണല്ലോ സാറേ നമ്മുടെ. എന്നിട്ടും ഇങ്ങനെ ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ, ജനങ്ങൾക്ക് ഉപകാരം ഇല്ലാതെ ഇങ്ങനെ ഇട്ടേക്കുന്ന കാണുമ്പോൾ സങ്കടം തോന്നും സാറിൻ്റെ ഓരോ ഇത് കാണുമ്പം. അത്രയ്ക്ക് നമുക്ക് കടലുമായിട്ട് അത്രയ്ക്കൊരു ഇത് ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നേക്കുന്നത്, അത് അറിയാതെ ഇങ്ങനെ ഇട്ടേക്കുന്നത്, അതാണ് സങ്കടം. ഈ വേദന പറയാൻ കാരണമായ ഒരു യാത്ര, അദ്ദേഹം ലണ്ടനിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടൊരു യാത്ര നടത്തിയപ്പോഴാണ് ഒരു കണ്ടെയ്നർ അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടത്. ഫോട്ടോ എടുത്ത് അയച്ചു. ട്രാക്ക് ചെയ്യുമ്പോൾ 19/9/25 ഒരു ദിവസം മുമ്പ്, 2 ദിവസം മുമ്പ് അവിടെ നിന്ന് ലണ്ടൻ പോർട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ കണ്ടെയ്നർ അദ്ദേഹം കണ്ടെത്തിയത്. എക്സ്പോർട്ട് റിസീവ്ഡ് അറ്റ് ലണ്ടൻ പോർട്ട് ഗേറ്റ്വേ, ലണ്ടൻ ഗേറ്റ്വേ പോർട്ട്. 19-ാം തീയതി അവിടെ കിട്ടുന്നു. 26-ാം തീയതി യാത്ര തിരിച്ചിട്ടില്ല. 26-ാം തീയതിയാണ് കപ്പൽ അവിടെ നിന്നും യാത്ര തിരിക്കുന്നത്. ലണ്ടൻ ഗേറ്റ്വേയിൽ നിന്നും 26-ന് യാത്ര തിരിക്കുന്നു. ഇത് പറയാൻ കാരണം, ലണ്ടനിൽ നിന്ന് ഏകദേശം 30 ദിവസത്തിനുള്ളിൽ TRVയിൽ കപ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ 30 ദിവസമാണ്, ഡയറക്റ്റ് സെയിലാണ്. നേരത്തെ 2-3 ദിവസം മുമ്പ് ആ കഥ പറയുകയും ചെയ്തിരുന്നു. 26-ാം തീയതി അവിടെ നിന്ന് തിരിക്കുന്നത് നേരെ പോകുന്നത് റോട്ടർഡാമിലോട്ടാണ്. റോട്ടർഡാമിൽ നിന്ന് 4-10 ഒക്ടോബർ 4-ാം തീയതിയാണ് അവിടെ ഇപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്, റോട്ടർഡാമിൽ ട്രാൻസ്ഷിപ്മെന്റ്. അത് കഴിഞ്ഞ് 4-10 അവിടെ നിന്ന് തിരിച്ച് 21-11 നവംബറിന്റെ നഷ്ടം 21-11 JNPTയിൽ എത്തുന്നത്. JNPTയിലോട്ടാണ് പോകുന്നത്. ആകെ 55 ദിവസമാണ്. ഇവിടെ 30 ദിവസം കൊണ്ട് വരാവുന്ന ഒരു പോർട്ട് ഉള്ളപ്പോൾ ഒരിക്കലും നിങ്ങൾ തുറക്കരുത് എന്നുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതാണ് ഈ ലണ്ടൻ സുഹൃത്തിന്റെ ഫോട്ടോയും ട്രാക്കിങ്ങും. 55 ദിവസം എടുത്തുകൊണ്ട് ഇനി ഈ കാർഗോ JNPTയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആളുടെ അടുത്ത് എത്തണമെങ്കിൽ ഇനി എത്ര ദിവസം എടുക്കുമെന്ന് താമസിയാതെ സെയിലിംഗ് കമന്ററി പറയാം. അപ്പോൾ 55 ദിവസം ഇവിടെ വൈകുമ്പോൾ തന്നെ 25 ദിവസം അധികമായി കഴിഞ്ഞു. TRVയിലാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ എത്തുമായിരുന്നു. ഇപ്പോൾ 25 ദിവസം അധികമായി കഴിഞ്ഞു. ഇനി കാർഗോ എത്തേണ്ട സമയം. ഈ അധികം എന്ന് പറയുന്നത്, ഒരിക്കൽ പോർട്ട് വിക്ടോറിയ, നമ്മുടെ സീഷൽസിലെ പോർട്ട് വിക്ടോറിയയിൽ നിന്ന് ഗൾഫ് പോർട്ട്, അത് കഴിഞ്ഞ് JNPTയിൽ വന്ന കാർഗോ ഇപ്പൊ 19/9 ഉജ്ജയിനിലാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ മാർഗം എത്ര ദൂരം പോകുന്നു എന്നുള്ളതും കൂടി കണക്കാക്കുമ്പോഴാണ് ഒരു കാർഗോ എത്രത്തോളം വൈകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. 21/8/25 7 ദിവസത്തെ യാത്രയാണ്. TRV ഈ പോർട്ട് വിക്ടോറിയ എന്ന് പറയുന്നത് 7 ദിവസത്തെ യാത്രയാണ്. ആ സ്ഥാനത്താണ് 21/8/25, ഏകദേശം 10-29 ദിവസം. 8-ാം മാസം ഓഗസ്റ്റ് മാസത്തിൽ 10 ദിവസവും സെപ്റ്റംബർ മാസത്തിൽ 19 ദിവസവും. അപ്പൊ 29 ദിവസം എടുത്തിട്ടാണ് ഈ പോർട്ട് വിക്ടോറിയയിൽ നിന്ന് ഇവിടെ വരേണ്ട കാർഗോ വളഞ്ഞു ചുറ്റി ഇങ്ങനെ ഈ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഇപ്പോ വ്യക്തമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ലണ്ടനിലിരിക്കുന്നവരും അമേരിക്കയിലിരിക്കുന്നവരും ഉഗാണ്ടയിലിരിക്കുന്നവരും ഒക്കെ ഈ കള്ളക്കളി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ ലണ്ടനിൽ നിന്ന് ഈ കണ്ടെയ്നർ ഫോട്ടോ എടുത്ത് സെയിലിംഗ് കമന്ററിക്ക് അയച്ചത്. നിങ്ങൾക്ക് ഇനിയും ഒരു 6-8 മാസം കൂടി നിങ്ങൾക്ക് ജനങ്ങളെ കബളിപ്പിക്കാം. അത് കബളിപ്പിച്ചോളൂ. അതിനുള്ള ലൈസൻസ് ജനങ്ങൾ ഒരു മണ്ടത്തരം കാണിച്ച് നിങ്ങൾക്ക് നൽകിയിരുന്നു. അത് 2026 മെയ് മാസം വരെ നിങ്ങൾ വിദഗ്ധമായി ഉപയോഗിച്ചു കൊള്ളുക. ഞങ്ങൾ തലനീട്ടി തന്നിരിക്കുന്നു.